ഇവിടെ ആർക്കും പോളിസി ഒന്നും വേണ്ട. ഇൻഷുറൻസിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല. ഓക്കോ, നിങ്ങക്ക് വിശ്വാസം അല്ലെങ്കിൽ വേണ്ടേ? ആര്യനെ വിളിക്കേ. ആര്യൻ എന്നെ ഭയങ്കര വിശ്വാസ. തനിക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? പോയി വേറെ പണി നോക്കടോ. ആഹാ, അങ്ങനെ ഇപ്പൊ പോകുന്നില്ലെങ്കിലോ? ആര്യനെ വിളിക്കേ. ആര്യൻ പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി പോയില്ലെങ്കിൽ താൻ വിവരം അറിയും. ആ, എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ. ചോണയുണ്ടെങ്കിൽ താൻ വിവരം അറിയിക്കടോ. അറിയിക്കേ. സുധീഷേ, ആ സത്യവതി ഇങ്ങോട്ട് വരാൻ പറ. എന്നെ അകത്തേക്ക് വിളിച്ചു. അങ്ങോട്ട് മാറണോ മുന്നേ. ഹായ് ആര്യൻ. ഹായ്. ആര്യന്റെ ബോഡി ഗാർഡേ തീരെ ശരിയല്ല. മാന്യമായി ആരോടും പെരുമാറാൻ അയാൾക്ക് അറിയില്ലെന്നേ. അയാളെങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ആര്യന്റെ ബോഡി നന്നായി സംരക്ഷിക്കുന്ന ഒരു ഗാർഡിനെ ഞാൻ അറേഞ്ച് ചെയ്യാം. ഞാൻ ബോഡി ഗാർഡല്ല, SP ഗ്രൂപ്പിലെ ഓഫീസറാ. എങ്കിൽ പിന്നെന്തിനാ താൻ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഓഫീസ് ടൈം ആയല്ലോ, എനിക്ക് ജോലിക്ക് പൊക്കൂടെ? ജോലിക്കാരെ നിലയ്ക്ക് നിർത്തണം. ഇവനെ പോലുള്ളവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ തലേ കയറി നിരങ്ങും. സുധീഷ് എന്റെ തലയിലൊന്നും കേറില്ല. എന്റെ തലേ കയറി നിരങ്ങുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതൊക്കെ വിട്. ഞാൻ എന്തായാലും 1 കോടി രൂപയുടെ പോളിസി എടുക്കാൻ തീരുമാനിച്ചു. നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോ ഇങ്ങോട്ട് വന്നേക്ക്. നമുക്ക് സെറ്റാക്കാം. ശരി, എങ്കിൽ ഞാനൊരു 11:55 വരാം. ഓ, ആയിക്കോട്ടെ. അതെ, എനിക്ക് ആര്യന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. അതെന്തിനാ? അത് പിന്നെ ഇത്രയും വലിയ പോളിസി ആയതുകൊണ്ട് അങ്ങനൊരു ഫോർമാലിറ്റി ഉണ്ട്. ഓക്കെ, എങ്കിലും എടുത്തേക്കാം. ഓക്കെ. അല്ല, ആര്യൻ മദ്യപിക്കുന്ന അറിഞ്ഞാലേ കമ്പനി ഇൻഷുറൻസ് തരില്ല. അതൊന്ന് മാറ്റി വെക്കോ. ഓക്കെ ഓക്കെ. സ്മൈൽ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നാളെ കാണാം. ഓക്കെ, ശരി, നാളെ കാണാം. അല്ല, പോളിസി എടുക്കാൻ നാളെ എവിടുന്ന കാശ്? അവളോട് നാളെ വരാൻ പറഞ്ഞതേ പോളിസി എടുക്കാൻ വേണ്ടിയല്ല. അവളുടെ മുമ്പിൽ വെച്ച് എന്റെ ഫ്രണ്ട്സ് എന്നെ തട്ടിക്കൊണ്ടുപോയ ഡാഡിയെ ആദ്യം ഫോൺ വിളിച്ച് പറയുന്നത് അവളായിരിക്കും. അതോടെ ഈ ഡ്രാമയ്ക്ക് വിശ്വാസത കൂടും. അത് നേരെ. സാറിന്റെ കുരുട്ടുബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയാണോ നിന്റെ അമ്മ തറ തുടയ്ക്കാൻ പഠിപ്പിച്ചിരിക്കുന്നേ? എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആന്റി. സുരക്ഷിത് പ്രസവിന് കുനിഞ്ഞും നിവർന്നും ഒക്കെ ജോലി ചെയ്യണം. കാം കരോ ബേട്ടി. എടി, നീ വന്നോണ്ടേ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിക്ക് ചുട്ടി കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി സാരാക്കാം നീ തന്നെ ചെയ്യണം. ഇവളൊരു ഗർഭിണിയാണ്, ഇങ്ങനെയൊന്നും ജോലി ചെയ്യിക്കരുത്. ആ ഗർഭം അലസിപ്പോട്ടെ. ആ ശിശു ചത്ത നമ്മുടെ പേട്ടയ്ക്കെതിരെ തെളിവുകളില്ലാതെ ആവും. ഇവളുടെ വയറ്റിലുള്ളത് നമ്മുടെ പേരക്കുട്ടിയ ദിവ്യപ്രഭേ.
ക്യാ പേരക്കുട്ടി? എന്റെ പേരക്കുട്ടി ജനിക്കേണ്ടത് ചൈത്ര ബേട്ടിയുടെ വയറ്റിലാ. ഈ ശിശുവിനെ മേ സ്വീകരിക്കില്ല. എടി, എന്റെ കുറച്ച് കപ്പട അലക്കാറുണ്ട്. അലക്ക് കല്ലിൽ ഏസെ ഏസെ അടിച്ചലക്കണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ ഇളക്കിയാ പോരെ? പറ്റില്ല. വാഷിംഗ് മെഷീനിൽ നനയ്ക്കാൻ പറ്റാത്ത കപ്പടെ അലക്കുകല്ലിൽ തന്നെ നനയ്ക്കണം. ഞാൻ കപ്പട എടുത്തോണ്ട് വരാം. മോൾ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്? ഞാൻ ഇതെല്ലാം അളിയനോട് പറയട്ടെ മോളെ. SP അങ്കിൾ അറിഞ്ഞ ഇവരെയൊക്കെ വഴക്ക് പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്കിൾ ഓഫീസിൽ പോകുമ്പോ ഞാൻ വീണ്ടും ഇവിടെ തനിച്ചാവും. ആന്റിയും ചൈത്രയും കൂടി എന്നെ കൊല്ലാതെ കൊല്ലും.